ഞാനൊരാളെ കാണിച്ചു തരട്ടെ. ഇതേ നമ്മുടെ റീനമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ രാവിലത്തെ ട്രെയിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. പത്തനംതിട്ടയിൽ അമ്മ രാത്രി 9 മണിയുടെ ട്രെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 4:30 ആകുമ്പോഴേക്കും എത്തി. ആദർശേട്ടൻ പുലർച്ചെ അമ്മേനെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനില്ല പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു. ആദർശേട്ടൻ പോകുമ്പോൾ കുറെ വിളിച്ചുകൂട്ട് തന്നെ, പക്ഷെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ ഞാൻ അമ്മേനെയും ഉണ്ണിച്ചിനെയൊക്കെ കൂട്ടി വന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ആദർശേട്ടൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇന്ന് റീനമ്മ വരുന്നുണ്ട്. അപ്പോൾ 4:20 ആകുമ്പോൾ ആദർശേട്ടൻ കൂട്ടാൻ പോയി. ഞാൻ ആദ്യം പോവാന്നൊക്കെ വിചാരിച്ചു, പിന്നെ എനിക്ക് ഉറക്കം മതിയാവാനിട്ട് ഞാൻ പറഞ്ഞു ആദർശേട്ടൻ പൊക്കോ, ഞാനില്ലാന്ന്. പിന്നെ ഇപ്പോൾ ഇത് കിടന്നിട്ടേക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ. ചോറ് വെക്കട്ടെ ആദ്യം. ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഭക്തിഗാനം വെക്കൂട്ടോ. ഭക്തിഗാനം എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് സ്വയം ഒരു സമാധാനം സന്തോഷമൊക്കെ തോന്നുന്ന രീതിക്കുള്ള പാട്ടുകളായിട്ട് ഞാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചു. ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ തന്നെ നല്ലൊരു മണം, ഒരു പോസിറ്റിവിറ്റി ആണ് വീട്ടിന് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4:45 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ പണികളും ചോറൊക്കെ വേഗം വെച്ചേക്കാൻ വിചാരിച്ചു. അപ്പൊ അതിന് മുന്നേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് നല്ലൊരു വൈബാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റൈസ് കുക്കർ മുകളിലായിരുന്നു കേട്ടോ. അത് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതേ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് വെച്ചെങ്കിൽ പിന്നെ ഇതേ റൈസ് കുക്കറിൽ ഇറക്കിക്കലേ വേണ്ടു. പൊതുവേ എനിക്ക് പേടി കൂടുതലാട്ടോ. ഇന്നാച്ചെങ്കിൽ കുക്കറും പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഞാൻ പുറത്ത് കൊണ്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ വെളിച്ചങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ ആദർശേട്ടനും ഇല്ല. ഫസ്റ്റ് ഗ്രില്ല് തുറക്കാൻ കുറച്ച് പേടിയായി. എന്നാലും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങനെ ഗേറ്റ് അല്ല ഗ്രില്ലൊക്കെ തുറന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കടല തലേന്ന് ദിവസം ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ കഴുകിയിട്ട് കടലക്കറി വെക്കാൻ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. നൂൽപുട്ടും കടലക്കറിയും വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഓരോ പണികളിലാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ പരക്കണത് ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതെല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ ഇതേ കടലൊക്കെ കഴുകി കുക്കറിലിട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ പോകാൻ കേട്ടോ. പിന്നെ ചോറിന് വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് ഇടാൻ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഈ അരി നന്നായി കുറേ നേരം ഞങ്ങൾ ഇട്ട് കഴുകുന്നുണ്ട് കേട്ടോ. അരി 3-4 പ്രാവശ്യം കഴുകിയാൽ മതി. പക്ഷെ ഞാനൊരു 5-6 വട്ടം ഇരുന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തിളച്ച വെള്ളത്തേക്ക് അരി ഇടാൻ എനിക്ക് കുറച്ച് പേടിയാട്ടോ. ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മയില്ലാതെ ഒന്ന് കൊട്ടുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ തിളച്ച വെള്ളമൊക്കെ മേത്തേക്ക് എൻ്റെ കുറേ വട്ടം വീണിട്ടുണ്ട്. അത് കാരണം ഞാനിപ്പോൾ കുറച്ചിങ്ങനെ നോക്കി പേടിയുള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ കുക്കറിൽ കടല വേവുന്നുണ്ട്. അപ്പുറത്ത് ഇതേ നമ്മുടെ ചോറിനുള്ള സംഭവം ഞാൻ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കടലയ്ക്കുള്ള സബോളയും തക്കാളിയും വെളുത്തുള്ളി ഓൾറെഡി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സബോളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ കേട്ടോ. അങ്ങനെ കടലൊക്കെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ അതേ കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കണം മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കടല നന്നായി കുറുകി കിട്ടുമല്ലോ. അങ്ങനെ കടലക്കറിയും ചായയും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇതേ അമ്മ എത്തി കേട്ടോ. അപ്പോൾ ആദർശാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മിക്സിയിൽ എന്തോ അടിക്കായിരുന്നു. ആ സൗണ്ട് ഞാൻ കാരണം വണ്ടി വരുന്ന സൗണ്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് അമ്മയ്ക്ക് ഉണ്ണിച്ചിനും ഞാൻ ചായയൊക്കെ കൊടുത്തു. ചായക്കടി ഇപ്പം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം സമയം ഒരു 5:30 അങ്ങനെ നേരം ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ ഇപ്പോൾ ഇത്രയും നേരം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് എല്ലാവരും ഉറങ്ങാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദർശേട്ടനായാലും അതേ ഉറക്കം വരുന്നുണ്ട്. 4:30 ആകുമ്പോൾ എൻ്റെതാണല്ലോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ നേരെ മിറ്റൊക്കെ അടിച്ച് വന്നിട്ട് ഒരു 7 മണിക്ക് ആകുമ്പോൾ ഞാൻ കയറി നോക്കുമ്പോൾ ആദർശേട്ടനൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഞാനും കുറച്ചു നേരം കിടന്നു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായക്കടിയൊക്കെ ആയി. എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പണികളുടെ ഇടയിൽ എല്ലാം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറക്കൊന്നും പറയണ്ടെന്നല്ല, എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഉറങ്ങുമ്പോൾ എത്ര മണിയായി ആദർശേട്ടാ? ഈ ഇറങ്ങുമ്പോ 1:00 അത് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ എന്നിട്ട് ഞാൻ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു അമ്മേനെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ എണീറ്റ്.
പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പോയില്ല കേട്ടോ, ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നതായിരുന്നു, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറി. പിന്നെ ഇങ്ങനെ പനി, പിന്നെ വീണ്ടും കിടക്കാൻ കയറിയിട്ട് അമ്മ വന്നതിനൊക്കെ ശേഷം. ഗൈസ് മുടി വെട്ടിയിട്ട് ബോറായിരുന്നു. ഞാൻ ടോട്ടലായിട്ട് അങ്ങോട്ട് വെട്ടി. താടിയും വെട്ടാൻ പറഞ്ഞല്ല, വെട്ടി അയാളിനെ ചെറുതാക്കി താടിയൊക്കെ ചെത്തിപ്പോയ പോലുണ്ട് ഗൈസ്, മൊട്ടടിച്ച പോലുണ്ട് കറക്റ്റ്. ഞാൻ അത്രയ്ക്ക് ആവുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ചു നേരം ഫോണിലിങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ഈ കോലം. ഇതില് ബോറൊന്നുമില്ലല്ലോ സംഭവം. ഇനി മുടി വന്നാ പെട്ടെന്ന് മുടി വരും. ആദർശന്റെ നല്ലൊന്നുമില്ല, മുടി പെട്ടെന്ന് വരും. അതാണ് വലിയ സീനില്ല. വരട്ടെ, അല്ല വിഷയമൊന്നുമില്ല, ഇത് രസമൊക്കെ ഉണ്ട്. എന്റെ കണ്ണൊക്കെ ചോന്നെടുക്കും. ഞാൻ മുടിയൊക്കെ വെട്ടി ഇന്നലെ രാത്രിയെ പോയി വെട്ടിയെ. ആ വെട്ടി കഴിഞ്ഞിട്ട് അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് 4 മണിക്ക് പോണേനു. അപ്പൊ 4 മണിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 3:30 എണീച്ചാലല്ലേ പോകാൻ കഴിയുള്ളൂ. നോക്കുമ്പോ പിന്നെ രാത്രി ഇവളെ കുറെ പണി ഉണ്ടായതുകൊണ്ട് ഇവള് ഉറങ്ങുന്നവരെ കുറെയൊക്കെ ഞാനും അവിടെ നിന്ന് നോക്കി. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങി. ഞാൻ ഉറങ്ങാൻ ഒരു 1 മണീൻ്റെ അടുത്തായിന്. പിന്നെ എനിക്ക് എത്രയും ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു. പിന്നെ രാവിലെ ഒരു 3:30 എണീച്ച് നേരെ 4 മണിയൊക്കെ നേരത്തെ അമ്മേനെ കൂട്ടാൻ പോയി. പണിയൊക്കെ കഴിഞ്ഞിട്ടാ. ചായക്കറി നമ്മൾ പത്തിരിയും കടലക്കറിയും പിന്നെ മീൻകറിയും പിന്നെ ഇന്നലെ നമ്മൾ ബോട്ടി വാങ്ങിച്ചായിരുന്നു, അതും സെറ്റാക്കിയിട്ട് വെച്ചു. അമ്മമ്മ വേഗം കുളിക്കട്ടെ. കുളിച്ചില്ല അപ്പൊ നിങ്ങള്? അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്ന് നിക്കുക. ചായ കുടിക്കാൻ അമ്മമ്മ ചായ കുടിച്ചിട്ടാ കുളിക്കുന്നത്. മുടിയിൽ ഒരു ഒറ്റ നര പോലും ഇല്ലല്ലോ. എവിടെ പോയി ഇതൊക്കെ? മോനെ കാണുന്നെങ്കിൽ നര ഇതാ എവിടെയാണ്? നരയൊന്നും ഇല്ല, ഒക്കെ പോയിന്. ഈ വീഡിയോ പിടിക്കാണ്. പുതിയ മധുരം അത് മധുരമില്ലാത്തത്, അത് കുറച്ച് മധുരം. മീൻകറി വേണോ? അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ച് ഞങ്ങൾ ലാസ്റ്റ് പത്തിരി ആയിട്ട് ഉണ്ടാക്കിയത്. അമ്മയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കിയത്. നൂൽപുട്ട് ഉണ്ടാക്കാൻ പൊടി കുഴച്ച കാരണേ അതിൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അങ്ങനെ അമ്മ കുറേ വട്ടം പൊടിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടാ പത്തിരിയുടെ മാവൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പത്തിരി തന്നെയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അമ്മ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഫാനിട്ടൂടായിരുന്നോ? അങ്ങനെ ഉച്ചയ്ക്ക് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കൈ നൈസായിട്ട് മുറിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഞാൻ കൈ കഴുകിയിട്ട് വീണ്ടും അരിയാൻ നിന്നു, കത്തി മാറ്റി നോക്കിയിട്ടൊക്കെ അരിയാൻ നിന്നു. പക്ഷേ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇത് അരിയുമ്പോൾ ഇവിടെ കൈ നന്നായി പ്രസ് ആവുമല്ലോ, അപ്പം നന്നായിട്ട് ബ്ലീഡ് ചെയ്യായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് നേരം കുറച്ചൊക്കെ പരിശ്രമിച്ച് നോക്കിയിട്ട് അങ്ങനെ പതുക്കെ കട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതുമ്പോൾ നന്നായി ഫോഴ്സ് ചെയ്യുമ്പോൾ അപ്പം നന്നായിട്ട് ബ്ലഡ് വരും. ചേട്ടാ ഒരു ഹെൽപ്പ് വേണാരാ? കൈ മുറിഞ്ഞു ചേട്ടൻ. അതാ ചെറിയ മുറിഞ്ഞു. ഹലോ അച്ഛാ, ഭക്ഷണം കഴിച്ചാ?
അമ്മ ഒന്ന് പുലർച്ചയ്ക്ക് വന്നു ഇങ്ങനെ അതുകൊണ്ട് വിട്ടു അത് എടുത്തോ പെട്ടെന്ന് മുറിച്ചില്ലേ പുതിയ എത്തിയില്ല പുറത്തിറക്കില്ല മോശമുണ്ടാവും. അങ്ങനെ ആദർശമായിട്ട് ഇതേക്ക് മറ്റേ വഴുതനങ്ങയൊക്കെ മുറിച്ച് തന്നു കേട്ടോ. നമ്മൾ വഴുതനങ്ങയൊക്കെ നമ്മൾ നല്ല നെസ്റ്റോയിൽ പോകുമ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് എത്ര റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ അങ്ങോട്ട് ചെറിയൊരു കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഏത് വഴുതനങ്ങ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ചെറിയ കേടുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇതാക്കിയിട്ട് ഞാൻ ആദർശേട്ടൻ ഇത് എങ്ങനെ ഇതിങ്ങനെ തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇത് വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് തന്ന്. ഞാനും കുറച്ച് കത്തിയൊക്കെ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആദർശേട്ടൻ ഞാൻ ആ കത്തി എടുത്ത് കൊടുത്തു കേട്ടോ. അത് നല്ല മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കൈ മുറിഞ്ഞേച്ചങ്ങ് നന്നായിരുന്നു. ഞാൻ അരിഞ്ഞുമ്പോൾ ഞാൻ യൂസ് ചെയ്ത കത്തി തീരെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നല്ല ബലത്തിലൊന്ന് അമർത്തി മുറിച്ചതാണ്. നേരെ എൻ്റെ കൈ മുറിഞ്ഞതെന്ന് മാത്രം. ഈ കത്തിക്ക് പകരം ആ പുതിയ കത്തി വെച്ചെങ്കിൽ എൻ്റെ കൈ പകുതി ഇങ്ങനെ പോയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും എനിക്ക് നല്ല നീറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഉപ്പൊക്കെ തട്ടുമ്പോൾ ഭയങ്കര നീറ്റിലായിരുന്നു. ഇന്നേക്ക് കുറേ പണി അങ്ങനെ കിട്ടി കേട്ടോ. കൈ പൊള്ളി, അതുപോലെ തന്നെ കൈയും കാലും അവിടെ ഇവിടെയൊക്കെ ഓരോ സ്ക്രാച്ചോടൊക്കെ ഇന്ന് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് ആദർശമായിട്ട് ഇത് എനിക്ക് അരിഞ്ഞു തരികയാണ്. പിന്നെ ഞാൻ അവിടെ എന്തൊക്കെയോ പണികളങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയാണ് നിൽക്കുന്നുണ്ട്. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ. ആദർശേട്ടനാ കേട്ടോ ഇതൊക്കെ കഴുകി തരണേ. ഇല്ല എൻ്റെ കൈ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞോളൂ. പക്ഷെ ഞാൻ ആ മുറിഞ്ഞ കൈ കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് അരിയാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി പ്രസ്സായി. അപ്പൊ ചോര നന്നായിട്ട് വന്നു. കുഴപ്പമില്ല കേട്ടോ. ആദർശേട്ടൻ എന്നെ ഫുള്ള് അരിഞ്ഞ് സെറ്റാക്കി തന്നു. ഓ അപ്പൊ അമ്മയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അമ്മ വെറുതെ ആദർശനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചതായിരുന്നു. അപ്പം ഞാൻ അത് കണ്ട് ചിരിച്ചിരുന്നു. എനിക്ക് വീഡിയോ അത് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാറായിട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കാച്ചി ചിക്കൻ പൊരിച്ചു. പിന്നെ ഇതാ ചിക്കൻ എന്നല്ല പാർട്സ് ആണ് കേട്ടോ. പാർട്സ് പൊരിച്ചു. പിന്നെ മീൻകറി ഉണ്ട്, പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറ്, തൈര്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് ചോറിന്. അങ്ങനെ ഇതാ ഫുഡൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ സെറ്റായി. അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാനുണ്ട്. അപ്പോൾ ഞാനവിടെ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുവയ്ക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിച്ചൻ അങ്ങനെയൊന്നുമില്ല. ഉണ്ണിച്ചൻ ഫുഡൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുക. നമുക്ക് ഒരാൾ എടുത്ത് കൊടുക്കണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ശരിക്കും പറയാച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് നമ്മൾ വിളമ്പി കൊടുക്കണം എന്നല്ല പറയാം. പക്ഷെ ഉണ്ണിച്ചൻ അങ്ങനെയല്ല കേട്ടോ. ഉണ്ണിച്ചനാണ് നമുക്കൊക്കെ വിളമ്പി തരിക നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓരോ പണികളിൽ അങ്ങനെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസും വെള്ളം അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പറക്കി നടക്കുകയാണ്. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അപ്പോൾ ഇതേ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആവാൻ കേട്ടോ. അപ്പോൾ നല്ല വിശപ്പെട്ട്. ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയില്ല, തൃശ്ശൂർ പോയി വന്നാൽ നമ്മൾ നല്ല ഫുഡ് അടി തുടങ്ങും. കാരണം അവിടെ അമ്മ അങ്ങനെ തീറ്റിച്ചിട്ടേ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശന്ന് തുടങ്ങും. ഞങ്ങൾ ഇത്രയും നാൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അത്രയും സെറ്റായിട്ട് പോകുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് അപ്പോൾ ഞങ്ങൾ ചോറും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ തുടങ്ങി. അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതായിരുന്നു. ഇനി വീണ്ടും നമുക്ക് സെറ്റാവണം. എന്നാലും എനിക്ക് കുറച്ചൊക്കെ വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് വന്നേക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടി. ഞാൻ അങ്ങനെ തടി കുറയട്ടെ എന്തായാലും വേഗട്ടാ.
ആദ്യം തന്നെ ഞാൻ നിങ്ങളെന്റെ ലുക്ക് കണ്ടിട്ടൊന്നും വിചാരിക്കരുതിട്ടാ. ഞാൻ പാടുന്നു. ഞാൻ 2 വട്ടം കുളിച്ചിരുന്നത്. രാത്രി കിടക്കുമ്പോ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴടക്കം ഞാൻ കുളിച്ചിട്ടാ കിടന്നേ. പറയുന്ന ആള് മുടി കെട്ടിട്ടോടും കുളിക്കാൻ കുളിച്ച് ചൂടുവെള്ളത്തിൽ ഇന്ന് രാവിലെ. ഓക്കെ, അതൊന്നും നമ്മുടെ വിഷയം. കാരണം ഞാനിപ്പോ എനിക്ക് വീട്ടിലേക്കുമ്പോ ഇങ്ങനെ ഞാൻ ഇടാറുണ്ട്, പക്ഷെ അത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവും. കാരണം ഇങ്ങനെ എനിക്ക് എന്തായാലും കമന്റ് വരും അറിയാം, അതുകൊണ്ടാട്ടെ ഞാൻ പറയുന്നത്. എന്താ പറയാ, ലുക്കിന് എപ്പോഴും മേക്കപ്പ് ഇടണം, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മുടി വെട്ടി എന്നാലും വീട്ടിൽ നിൽക്കുമ്പോൾ മേക്കപ്പ് ഇടുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ മാലിയും കമ്മലൊന്നും വീട്ടിലേക്കുമ്പോ ഇടാറില്ല ചേട്ടാ. അങ്ങനെ ഇതാ നമ്മള് ഫുഡടിയൊക്കെ കഴിഞ്ഞു. അമ്മയും അച്ഛനും ഞങ്ങളെല്ലാരും കിടക്കാൻ വേണ്ടിട്ട് നിൽക്കാൻ കേട്ടോ. ഉച്ചക്ക് ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് വെറുതെ കിടക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് വലിയ വ്ളോഗൊന്നുമല്ല, ചെറിയൊരു വ്ളോഗ് ഇങ്ങനെ എടുത്തു മാത്രം കേട്ടോ. ആദർശം എന്തെങ്കിലും പറയാണ്ടോ? മുടി വെട്ടി കട്ടൊക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും വിചാരിച്ചില്ല സംഭവം അത്. പക്ഷെ മുടി ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഓൾക്ക്, ഇതേപോലെ വെട്ടണം നട്ടെ. ഏതൊരു ഹിന്ദിക്കാരന്റെ വ്ളോഗിലോ, നല്ല വ്ളോഗ് ചെയ്തിട്ടുണ്ടേ. അതേപോലെ ഞാൻ അതേപോലെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത. താടി ഞാൻ പറഞ്ഞത് അവിടെ വെക്കണമെന്ന്, ഇവിടെ കുറച്ചെടുക്കണമെന്നു. വെട്ടി താടിയും. അല്ലല്ല, വേറെ വ്ളോഗറാ. ഞാൻ വെറുതെ രസത്തിന് അതേപോലെ വെട്ടാച്ച് പോയതാ. സംഭവം ഞങ്ങൾ ഇന്നലെ പലഹാരം വാങ്ങാൻ പോയതാ, സഹായിക്കില്ല. അല്ല, ഞാൻ കൊറേ ആയി പറയുന്നത് താടിമുടിയും വെട്ടുന്ന്. കമന്റ്സും വന്നു തുടങ്ങി, പ്രാന്തന്റെ പോലെ ഉണ്ടെന്നൊക്കെ. അമ്മ വിളിച്ചപ്പോ, തൃശ്ശൂരിന്ന് അമ്മ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടി ഒന്ന് വൃത്തിയിലൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ. അമ്മക്ക് മുടിയൊക്കെ വെട്ടി ആർഷാരം അങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞങ്ങള് ബാക്കി ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്, അപ്പൊ ഞങ്ങൾ ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടാ.